നമസ്കാരം. കേരള പോലീസിന് ഇത് തിരിച്ചടികളുടെ കാലമാണ്. ഏറ്റവും ഒടുവിലായി കേരള പോലീസിന് വലിയ തോതിലുള്ള തിരിച്ചടി ഏറ്റിരിക്കുന്നത് നടൻ ഷൈൻ ടോം ചാക്കോയുടെ കേസിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഷൈൻ ടോം ചാക്കോ ഒരുപാട് വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരു സിനിമാ നടനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ പലപ്പോഴായി പല പല ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സോഷ്യൽ മീഡിയയിലും മറ്റും ഷൈൻ ടോം ചാക്കോ നടത്തിയ അഭിമുഖങ്ങളൊക്കെ തന്നെ പലപ്പോഴും വിവാദമായി മാറിയിരുന്നു. ഇതിൻ്റെയൊക്കെ ഒടുവിലായിട്ടാണ് കഴിഞ്ഞ ഏപ്രിൽ ഷൈൻ ടോം ചാക്കോ താമസിച്ചിരുന്നൊരു ഹോട്ടലിൽ, എറണാകുളം നോർത്തിലൊരു ഹോട്ടലിൽ പോലീസിലെ ഡാൻസ് ഓഫ് സംഘം റെയ്ഡ് നടത്തുകയും പോലീസ് വരുന്നത് കണ്ട് ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തത് വലിയ തോതിലുള്ള വാർത്തയാണ് സൃഷ്ടിച്ചത്. എല്ലാ മാധ്യമങ്ങളും ഇത് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നൽകിയത്. ഷൈൻ ടോം ചാക്കോയും കൂട്ടുകാരും ആ ഹോട്ടലൊരു മുറിയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നറിഞ്ഞുകൊണ്ടാണ് അവിടെ പരിശോധനയ്ക്ക് എത്തിയത് എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരുന്നത്. അതായത് ഷൈൻ ടോം ചാക്കോയുടെ ഈ ഓട്ടമൊക്കെ തന്നെ അന്ന് സമൂഹ മാധ്യമങ്ങളിലും ടെലിവിഷൻ ചാനലിലുമൊക്കെ തന്നെ വലിയ തോതിലുള്ള വൈറലായി മാറിയിരുന്നു. എന്നാൽ പിന്നീട് ഷൈൻ ടോം ചാക്കോയ്ക്ക് എന്ത് സംഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ കുടുംബ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അതിൻ്റെ പിതാവ് കാറപകടത്തിൽ മരിച്ചു. ഷൈൻ ടോം ചാക്കോയും കുടുംബമൊത്ത് വേളാങ്കണ്ണിക്ക് പോകുന്ന വഴിയിൽ വലിയൊരു അപകടമുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഈ സംഭവത്തിൻ്റെ തൊട്ട് പിന്നാലെ ഒരു പരമ്പരയായി തന്നെ വന്നിരുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്കും അന്ന് വാഹനാപകടത്തിൽ പരിക്കേറ്റിരുന്നു. എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഷൈൻ ടോം ചാക്കോ വീണ്ടും സിനിമയിൽ സജീവമാകുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ മയക്കുമരുന്ന് ഉപയോഗിച്ച് തെളിവില്ല എന്നുള്ള ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതേക്കുറിച്ച് കേരള പോലീസിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷേ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഏതായാലും വലിയ തോതിൽ വിവാദങ്ങളിൽ നിന്ന് ഇപ്പോൾ ഒന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. അദ്ദേഹം ഈയിടെയായി വിവാദ പ്രസ്താവനകളോ അല്ലെങ്കിൽ വിവാദ അഭിമുഖങ്ങളോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയയിൽ നൽകാറില്ല. സ്വസ്ഥമായി തൻ്റെ സിനിമാ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഇപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. ഏതായാലും പോലീസിന് ഷൈൻ ടോം ചാക്കോ ഈ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. ഇതിൽ മറ്റു ചില പ്രതികൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഉയരുന്നൊരു ചോദ്യം, അന്ന് എന്താണ് സംഭവിച്ചത് എന്താണ്? ഷൈൻ ടോം ചാക്കോ എന്തിനാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതെന്ന ചോദ്യത്തിന് ഷൈൻ ടോം ചാക്കോ പിന്നീട് നടത്തിയ വിശദീകരണം പോലീസിനെ കണ്ട് ഭയന്നാണ് അതാണ് ഓടിയത് എന്നാണ്. താൻ മയക്കുമരുന്നൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരുന്നത്. എന്നാൽ അന്ന് കേരള പോലീസ് പറഞ്ഞത് അങ്ങനെയല്ല, ഷൈൻ ടോം ചാക്കോയും സുഹൃത്തുക്കളും ചേർന്ന് ഈ ഹോട്ടലിൽ മയക്കുമരുന്ന് പാർട്ടി നടത്തുന്നുണ്ടായിരുന്നു എന്നൊക്കെയാണ്. ഏതായാലും കേരള പോലീസ് സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം ഒരു വ്യക്തിയെ, അത് വലിയ സെലിബ്രിറ്റി ആയ ഒരാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയും പിന്നീട് നടന്ന ഫോറൻസിക് പരിശോധനയിൽ ലഹരി മരുന്ന് ഉപയോഗിച്ചിട്ടില്ല എന്ന് തെളിയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നാളെ ഷൈൻ ടോം ചാക്കോ പോലീസിനെതിരെ കോടതിയെ സമീപിച്ചാൽ അവർ അവിടെ സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഏറെ ദിവസം കേരള പോലീസും മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചൊരു സംഭവമായിരുന്നു ഷൈൻ ടോം ചാക്കോ അന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതും പിന്നീട് നടന്ന സംഭവവികാസങ്ങളുമൊക്കെ തന്നെ. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ മയക്കുമരുന്ന് പിടിക്കാനും മറ്റും ചുമതലപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പ്രത്യേക പോലീസ് വിഭാഗം ഇത്തരത്തിൽ നടത്തിയ പല കേസുകളിലും പിന്നീട് പ്രതികൾ രക്ഷപ്പെടുന്ന അവസ്ഥ എത്തിയിരുന്നു. അപ്പോൾ ഇവർ എണ്ണം തയ്ക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ പ്രശസ്തി കിട്ടുന്നതിന് വേണ്ടി, ഞങ്ങൾ സെലിബ്രിറ്റികളെ പോലും പിടികൂടുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഒന്ന് ചെയ്തത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. പക്ഷേ എന്നാൽ ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ തോതിലുള്ള തിരിച്ചടിയേക്കാൻ സാഹചര്യമൊരുക്കിയ സംഭവമായിരുന്നു ഇത്. നേരത്തെ ഒരിക്കൽ ഷൈൻ ടോം ചാക്കോ ഇത്തരം ഒരു കേസുമായി അറസ്റ്റിലായിരുന്നു. എന്നാൽ പിന്നീട് ആ കേസിൽ നിന്ന് അദ്ദേഹം കുറ്റമുക്തനാവുകയായിരുന്നു. അതുപോലെ ഒരാൾ ഒരിക്കലും ഒരു കേസിൽ പ്രതിയായാലും പിന്നീട് അയാൾ എവിടെ പോയാലും അയാളെ പിന്തുടർന്ന് അയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കാനാണ് പോകുന്നത് എന്ന് കണ്ടെത്തി പിടികൂടാനുള്ള ശ്രമമാണോ കേരള പോലീസ് അവിടെ നടത്തിയതെന്ന് സ്വാഭാവികമായും നമ്മൾ ഏതായാലും ഷൈൻ ടോം ചാക്കോയെ പോലെ ഒരു സെലിബ്രിറ്റിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ അല്ല സാധാരണക്കാരെ ആളുടെ കാര്യം എന്തായിരിക്കുമെന്നാണ് നമ്മൾ ഇത്തരത്തിൽ ഊഹിക്കേണ്ടത്. എന്തായാലും ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ആശ്വാസകരമായൊരു വാർത്ത തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ കുറച്ച് നാളായി ഏറെ നിശബ്ദനാണ്. സമൂഹ മാധ്യമ വേദികളിലൊന്നും തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ അധികം കാണാറുമില്ല. പിതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് വളരെ വൈകാരികമായി തന്നെ തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് പ്രതികരിക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും ഷൈൻ ടോം ചാക്കോ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് കേരള പോലീസ് ഇതിന് സമാധാനം പറയേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്.